ഹലോ ഗൈസേ, അപ്പൊ ഞങ്ങൾ ഇന്നൊരു സിനിമയ്ക്ക് പോവാണ് കേട്ടോ. ഒന്നും ആലോചിക്കാതെ എന്താ പറയാ, എടുത്തു ചാടി പോകുന്ന ഒരു പോക്കാണ്. വേറെ ഒന്നുമല്ല, മോള് കയ്യിലുണ്ട്. അവൾ എത്രത്തോളം അടങ്ങിയിരിക്കുന്ന അറിയില്ല. എല്ലാരും വീഡിയോയിൽ ഇങ്ങനെ പറയുന്ന കേട്ടും മോളുള്ളത് കൊണ്ട് അല്ലെ മക്കളുള്ളതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ എന്റെ മോക്കൊരു 1 വയസ്സൊക്കെ ആയി. അപ്പൊ അവള് കുറച്ചൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. എല്ലാ തവണ ഞങ്ങൾ ബത്തേരി പോകുമ്പോൾ ഞങ്ങൾ കഴിക്കുന്ന റെസ്റ്റോറൻ്റ് ആണ് ഈ ജൂബിലിന്റെ തൊട്ടപ്പുറത്തുള്ളത് ഗ്രാൻഡ് ബേക്ക് ഹൗസ് കേട്ടോ. അടിപൊളിയാണ് ടിഫിൻസ് ഒക്കെ. അവിടെ നല്ല കോംബോ ആയിട്ട് കിട്ടുന്നത്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കേട്ടറിഞ്ഞത് എൻ്റെ ഒരു മിസ്സ് പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം ഒറ്റയ്ക്ക് പോയി കഴിക്കുന്ന ഒരു ആളായിരുന്നു. പിന്നെ ഇവരൊക്കെ കൂട്ടിപ്പോയി. അഖിലേട്ടൻ അവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ദോശയും ബീഫ് കറി കേട്ടോ. ഞാൻ ഈ ഒരു ബീഫ് സ്റ്റൂവും അതേപോലെ തന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒരു വീഡിയോ ആണ്. എന്താ പറയുക, ഈ ബീഫ് സ്റ്റൂവും ബ്രെഡും ഒരു രക്ഷയില്ല. എനിക്ക് കുറഞ്ഞ വിലയുള്ളൂ. ബീഫിനാണെങ്കിലും അതേപോലെ ആ ദോശൻ്റെ ആ ഒരു മുരിഞ്ഞ ഒന്നും പറയാനില്ല. എപ്പോഴും നാക്കിൽ വെള്ളം വരും കേട്ടോ. എല്ലാം നല്ല അടിപൊളിയാണ്. അവിടെ മന്തി എല്ലാം കിട്ടും. അപ്പം വല്ലപ്പോഴും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഫുഡല്ലേ, നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. മോളും കഴിച്ചു, ഞാനും കഴിച്ചു. ഫുൾ കാലിയാക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഫുഡ് കിട്ടുന്ന നല്ല സ്പോട്ട് കണ്ടാൽ നമ്മളത് ഷെയർ ചെയ്യണമെന്നാണല്ലോ, മറ്റുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. അതുകൊണ്ട് അവിടുത്തെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ഫുഡൊക്കെ ഫുള്ള് കാലിയാക്കി ഞങ്ങൾ നേരെ ഐശ്വര്യ തിയേറ്ററിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സിനിപ്ലസിലാണ് ഞാൻ ആദ്യം പോയി ടിക്കറ്റ് നോക്കിയത്. പക്ഷെ ഞങ്ങൾക്ക് കംഫർട്ടായിട്ട് ഇരിക്കാനുള്ള സീറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. കാരണം മോക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കംഫർട്ട് കാര്യങ്ങളും നോക്കണമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് അതുല്യ ഐശ്വര്യ ആ തിയേറ്ററിൻ്റെ അങ്ങോട്ടേക്കാണ് പോയത്. അതുല്യയിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മേലത്തെ, അതായത് ബാൽക്കണി എല്ലാം സീറ്റ് ഫുള്ളായിരുന്നു എന്ന് വേണം പറയാൻ. ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ലാസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന മേലെ. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ടിക്കറ്റ് നോക്കിയിട്ട് എവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് നമുക്ക് ഈ VIPs ഒക്കെ അല്ലെങ്കിൽ ഏറ്റവും മേലെ പോയി ഇരിക്കണം എന്നൊക്കെ തിയേറ്ററിൽ. സോ അവിടെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നമുക്ക് അധികം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും ഇപ്പം മോൾക്കായാലും അത്യാവശ്യം ഓടി നടക്കാനും ആരെയും അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനൊക്കെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഈ സീറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഫീഡ് ചെയ്യുന്നതിനൊന്നും അധികം തിരക്കുണ്ടായിരുന്നില്ല. അവിടെ ആകെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് മൂവി കാണാൻ പറ്റും. ഞാൻ ഇത്രയും വർഷത്തെ ഇപ്പോൾ 2 വർഷത്തോളമായി ഞാൻ വരയ്ക്കുന്ന മൂവിയൊക്കെ നല്ലോണം കണ്ടിട്ട്. അപ്പം അവളെയും കൊണ്ട് വന്നിട്ട് മൊത്തം മൂവി നല്ലോണം ആസ്വദിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളും നന്നായിട്ട് എന്റർടൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വാഴ മൂവി പറയുന്നത് നല്ല അടിപൊളി മൂവിയായിരുന്നേ. എന്താ പറയുക, മക്കളൊക്കെ അവളും കുറച്ചേരം ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പടം. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അന്നത്തെ ദിവസം ഹാപ്പിയായി. ഞങ്ങളെ മിഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.